നമ്മുടെ ഹീറോ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. പുറത്തുകൂടി ആരും നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹീറോയുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ അവനൊരു ഫ്രണ്ട് പോയിട്ട് മിണ്ടാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. കോളേജിലെത്തിയപ്പോഴാണ് ആദ്യമായിട്ട് അവനെ അവൻ്റെ പേരെടുത്ത് വിളിച്ച് അവനോട് ഒരാൾ മിണ്ടാനെത്തുന്നത്. അതും സുന്ദരിയായൊരു പെൺകുട്ടി. അതുമാത്രമല്ല, അവളുടെ ഒപ്പം ഒരു കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ഹീറോയിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. ഒരു വലിയ പണക്കാരനെയൊക്കെ കെട്ടി കുഞ്ഞു വാവയൊക്കെ ആയിട്ട് കുടുംബജീവിതം നയിക്കുകയായിരുന്നു അവൾ. പക്ഷേ അവളുടെ മുഖത്ത് ആ പണ്ടത്തെ സന്തോഷവും കളിയും ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. ഹീറോ അവിടെ തന്നെ അലങ്കാര മത്സ്യങ്ങളെ വിൽക്കുന്ന ഒരു ഷോപ്പും പിന്നെ നമ്മുടെ ഹീറോയിൻ്റെ വീട് കാണത്തക്ക രീതിയിലുള്ള ഒരു ഫ്ലാറ്റും ഒക്കെ റെൻറ്റിനെടുക്കുകയാണ്. ഹീറോയിൻ്റെ ഫോട്ടോസൊക്കെ മുറിയിൽ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. കൂടാതെ ഒരു ക്യാമറ വെച്ച് അവളെ വാച്ച് ചെയ്യാനും തുടങ്ങി. അതുവഴി അവളുടെ ഭർത്താവ് അവളെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. അലങ്കാര മത്സ്യങ്ങളെ ഇഷ്ടമുള്ള നമ്മുടെ ഹീറോയിൻ അവൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഒരു ചെറിയ അക്വേറിയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അത് ഫിറ്റ് ചെയ്യാൻ പോകുന്ന വഴി അവൻ അവിടുത്തെ കീ ഒപ്പിക്കുകയാണ്. ആളില്ലാത്ത നേരം നോക്കി ഹീറോയിൻ്റെ വീട്ടിൽ ഒരു മൈക്കും ഫിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഹീറോയിൻ ഒരിക്കൽ കൂടെ നമ്മുടെ ഹീറോയുടെ ഷോപ്പിൽ വരികയും അവൻ്റെ ഒപ്പം ഒരു കോഫി കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാണ് നമ്മുടെ ഹീറോയിൻ ഓരോ ദിവസവും കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ കണ്ടുമടുത്ത് നമ്മുടെ ഹീറോ ഒരു ഡയപ്പറൊക്കെ വാങ്ങിച്ചിട്ടിട്ട് അവരുടെ വീട്ടിൽ കയറി അവരുടെ കട്ടിലിൻ്റെ അടിയിൽ അങ്ങ് താമസം ഉറപ്പിക്കുകയാണ്. ഓരോ തവണ ഹീറോയിൻ്റെ ഭർത്താവ് അവളെ ക്രൂരമായി ഉപദ്രവിക്കുമ്പോഴും ഇതൊക്കെ നോക്കിക്കൊണ്ട് സങ്കടം കടിച്ചമർത്തി നിൽക്കാൻ മാത്രമേ നമ്മുടെ ഹീറോയ്ക്ക് സാധിച്ചുള്ളൂ. ആരും അറിയാതെ നമ്മുടെ ഹീറോയിനെ കെയർ ചെയ്യാൻ ഇവ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പതിയെ തൻ്റെ വീട്ടിൽ തന്നെ സഹായിക്കാൻ ആരോ ഉണ്ട് എന്നുള്ളൊരു ഡൗട്ട് ഹീറോയിന് തോന്നുകയാണ്. കൂടാതെ അവൻ വെച്ച മൈക്ക് അവൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുവഴി ഹീറോയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ പിടികൊടുക്കുന്നില്ല. ഇത്തവണ അവളുടെ ഭർത്താവ് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ ഓടിപ്പോയി ഒരു കത്തെടുക്കുകയാണ്. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണമെന്ന് ഉറപ്പിച്ചാണ് അവൾ ആ കത്തിയെടുത്തത്. പക്ഷേ അയാളുടെ മുന്നിൽ അവളൊന്നും ആയിരുന്നില്ല. അയാൾ വന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ കത്തി തട്ടിപ്പറിക്കുകയാണ്. അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അയാളുടെ ദേഷ്യം ഒന്നും കൂടെ കൂടുകയാണ് ഉണ്ടായത്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയിൻ അവിടെ കിടന്ന് വിളിച്ചു പോവുകയാണ്. ഇവിടെ ശരിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കണം, സഹായിക്കണം എന്നെല്ലാം പറഞ്ഞ് കരയുകയാണ്. ഇത് കേട്ട് ദേഷ്യം തോന്നി അവളുടെ ഭർത്താവ് അവളെ കത്തി വെച്ച് കുത്താൻ ഒരുങ്ങുമ്പോഴേക്കും നമ്മുടെ ഹീറോ വന്നിട്ട് അയാൾക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുകയാണ്. ഹീറോയിനാണെങ്കിൽ അവനെ കണ്ട് ഞെട്ടി ആരാ, എന്താ, എന്തിനാ എന്നെല്ലാം ചോദിക്കുകയാണ്. പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ ഒന്നിച്ചൊരു കോഫി കുടിച്ചു എന്നുള്ളതല്ലാതെ വേറെ റിലേഷനൊന്നും ഇവർ തമ്മിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൾ അവനെ ഓർക്കണമെന്നില്ലല്ലോ എന്നോർത്ത് അവനൊന്നും മിണ്ടുന്നില്ല. ബോധം കെട്ട് കിടക്കുന്ന ക്രൂരനായി തൻ്റെ ഭർത്താവിനെ അയാൾ ഉണരുന്നതിന് മുമ്പ് കഴുത്ത് ഞെരിച്ച് കൊല്ലുവാനായിട്ട് നമ്മുടെ ഹീറോയിൻ തീരുമാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ അവിടുന്ന് പിടിച്ചു മാറ്റിയിട്ട് അവനായിട്ട് അയാളെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ്. കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ട് ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ റൂം ചെക്ക് ചെയ്യുകയാണ്. കോളേജിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാണുന്നത് വഴി നമ്മുടെ ഹീറോയുടെ പേരും ഹീറോയുടെ ഒപ്പം ഇരുന്ന് കോഫി കുടിച്ചതും എല്ലാം ഇവൾക്ക് ഓർമ്മ വരികയാണ്. ഉടനെ തന്നെ ഇവൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി ചെന്നിട്ട് മിറ്റ്സുയി എന്ന് ഉറക്കെ വിളിക്കുകയാണ്. തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഹീറോ ഒരു ചെറിയ പുഞ്ചിരി നൽകുന്നിടത്ത് ഈ മൂവി അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.